മികച്ച വില്ലേജ് ഓഫീസിനുള്ള അവാർഡ് നേടിയ കുട്ടമംഗലം വില്ലേജ് ഓഫീസർക്കും ജീവനക്കാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ വില്ലേജ് ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഓഫീസറെയും ജീവനക്കാരെയും എംഎൽഎ അഭിനന്ദിച്ചത്. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ സേവനം ചെയ്തുകൊണ്ടാണ് കുട്ടമംഗലം വില്ലേജ് ഓഫീസ് അവാർഡിന് അർഹമായത്. എറണാകുളം ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള അവാർഡ് നേടിയ കുട്ടമംഗലം വില്ലേജ് ഓഫീസറെയും ജീവനക്കാരെയും നേരിൽ കണ്ടാണ് കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. 13 വില്ലേജ് ഓഫീസുകളിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആകാത്ത ഏക വില്ലേജ് ഓഫീസായ കുട്ടമംഗലം വില്ലേജ് ഓഫീസ് പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവാർഡിന് അർഹമായത്. വില്ലേജ് ഓഫീസറും 5 ജീവനക്കാരും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ സേവനം വളരെ വേഗത്തിൽ നൽകുന്ന കാര്യത്തിൽ വില്ലേജ് ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളും നടത്തിയ പ്രവർത്തനം മാതൃകാപരമാണെന്ന് എംഎൽഎ പറഞ്ഞു. ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ ആ സേവനങ്ങൾക്ക് നൽകുന്ന കാര്യത്തിൽ ഈ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഈ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളും വളരെ ശ്രദ്ധേയമായ ഇടപെടൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവരുടെ ആ പ്രവർത്തനത്തിലുള്ള കൂട്ടായ പ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസായി ഈ വില്ലേജ് ഓഫീസ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യം, ഈ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വില്ലേജ് ഓഫീസിനെ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റണമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സർക്കാർ തലത്തിൽ നിന്നും അതിനാവശ്യമായ ഫണ്ട് ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ സാങ്കേതിക നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ആ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം കൂടി നമുക്ക് തുടങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എച്ച്. നൌഷാദ് എംഎൽഎയോടൊപ്പം സന്നിഹിതനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.